നമസ്കാരം, ഞാൻ വിഷ്ണുദത്ത്. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവേർഡ് ബൈ ഫോർച്യൂൺ ഇൻഡസ്ട്രീസ്, പ്രസന്റഡ് ബൈ ബാബ ഈസി ഇംഗ്ലീഷ് ഇൻ അസോസിയേഷൻ വിത്ത് ഹൈ സ്ലീപ്പ് മാട്രസസ്. പതിരുകൾ കാട്ടി പരാതിക്കത്ത്. വിഴിഞ്ഞം തുറമുഖ കരാർ വീഴ്ചകൾ സംബന്ധിച്ച CAG റിപ്പോർട്ടിലെ അപാകതകൾ ചൂണ്ടിക്കാട്ടി ഡൽഹിയിലെ CAGക്ക് ഉമ്മൻചാണ്ടിയുടെ കത്ത്. റിപ്പോർട്ടിലെ പല ഭാഗങ്ങളും വസ്തുതകൾക്ക് നിരക്കുന്നതല്ലെന്നും പദ്ധതി എതിർക്കുന്ന ബാഹ്യ ഇടപെടൽ ഉണ്ടായിട്ടുണ്ടെന്നും ഉമ്മൻചാണ്ടി. വിഴിഞ്ഞത്തിന്റെ ഓഡിറ്റ് റിപ്പോർട്ട് തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ പലപ്പോഴായി നൽകിയ വിശദീകരണങ്ങളൊന്നും റിപ്പോർട്ടിൽ ചേർത്തിട്ടില്ലെന്നും ആരോപണം. വിഴിഞ്ഞത്തിൽ VS സർക്കാരിന്റെ കാലത്ത് തയ്യാറാക്കിയ റിപ്പോർട്ടുമായി താരതമ്യം ചെയ്യാൻ CAG തയ്യാറായിട്ടില്ല. നിർമ്മാണ കാലാവധി 40 വർഷമായി ഉയർത്തിയത് സംസ്ഥാനത്തിന് നഷ്ടമുണ്ടാക്കിയെന്ന വിമർശനം അടിസ്ഥാനരഹിതം. ഇത് തുടക്കം മുതൽ സ്വീകരിച്ച വ്യവസ്ഥയെന്നും ഉമ്മൻചാണ്ടി. അതിനിടെ റിപ്പോർട്ട് പുനഃപരിശോധിക്കണമെന്ന ആവശ്യവുമായി അഡീഷണൽ ചീഫ് സെക്രട്ടറി ജെയിംസ് വർഗീസ്. ആദ്യ റിപ്പോർട്ടിൽ ഇല്ലാതിരുന്ന പലതും അന്തിമ റിപ്പോർട്ടിൽ ഇടം പിടിച്ചെന്നും റിപ്പോർട്ട് തയ്യാറാക്കിയവർക്ക് ഗൂഢലക്ഷ്യമെന്നും ആരോപണം. പരാതികളെ തുടർന്ന് വിശദീകരണത്തിനായി AGയെയും ഉദ്യോഗസ്ഥരെയും വിളിപ്പിച്ച് CAGയുടെ നടപടി. നികുതികളിൽ തീരുമാനം. കയറിനും കശുവണ്ടിക്കും ഇൻസുലിനും നികുതി 5% ഒതുക്കി GST കൗൺസിൽ തീരുമാനം. ടെലികോം മേഖലയിലെ നികുതി നിരക്ക് 18% തുടരും. നികുതി കുറയ്ക്കണമെന്ന് സംസ്ഥാനങ്ങൾ ആവശ്യപ്പെട്ട ഇനങ്ങളിൽ 66 എണ്ണം അംഗീകരിച്ച യോഗത്തിൽ ലോട്ടറി നികുതിയുടെ കാര്യത്തിൽ തീരുമാനമായില്ല. 100 രൂപ വരെയുള്ള സിനിമാ ടിക്കറ്റിന് സേവന നികുതി 18%, അതിൽ കൂടുതലുള്ള ടിക്കറ്റ് ചാർജിന് പരമാവധി നികുതിയായ 28%. GST അനുമാന നികുതി 50 ലക്ഷത്തിൽ നിന്ന് 75 ലക്ഷമാക്കി ഉയർത്താനും തീരുമാനം. ലോട്ടറി ഉൾപ്പെടെയുള്ള ഇനങ്ങളിൽ നികുതി നിശ്ചയിക്കാൻ കൗൺസിൽ യോഗം അടുത്ത ഞായറാഴ്ച വീണ്ടും. ഒളിച്ചിരുന്ന ദുരന്തം. കൊച്ചിയിൽ വിദേശ കപ്പൽ മത്സ്യബന്ധന ബോട്ടിലിടിച്ചുണ്ടായ അപകടത്തിൽ 2 പേർ മരിച്ചതായി സ്ഥിരീകരണം. അപകടത്തിനിരയായത് കുളച്ചൽ സ്വദേശി തമ്പിദുരയും അസം സ്വദേശി രാഹുലും. പുതുവൈപ്പിനിൽ നിന്ന് 12 നോട്ടിക്കൽ മൈൽ അകലെ മത്സ്യബന്ധന ബോട്ടിൽ ഇടിച്ചത് പനാമയിൽ രജിസ്റ്റർ ചെയ്ത ആംബർ എന്ന ആഡംബര കപ്പൽ. അപകടത്തിൽ പരിക്കേറ്റ 11 പേരെ കൊച്ചിയിലെ ആശുപത്രിയിൽ എത്തിച്ച് നാവികസേന. കോസ്റ്റ് ഗാർഡും നാവികസേനയും ചേർന്ന് കസ്റ്റഡിയിലെടുത്ത വിദേശ കപ്പലിനെതിരെ കേസെടുക്കുമെന്ന് സർക്കാർ. ആഡംബര കപ്പലിലെ ക്യാപ്റ്റനെതിരെ നരഹത്യയ്ക്ക് കേസെടുക്കണമെന്ന് സ്വതന്ത്ര മത്സ്യത്തൊഴിലാളി യൂണിയൻ. കൊച്ചി തോപ്പുംപടിയിൽ നിന്ന് പുറപ്പെട്ട ബോട്ട് അപകടത്തിൽപ്പെട്ടത് പുലർച്ചെ 2:30. കപ്പലിടിച്ചതോടെ ബോട്ട് പൂർണ്ണമായും തകർന്നതായും തൊഴിലാളികൾ കടലിൽ ആഴുന്നതായും പരിക്കുകളോടെ രക്ഷപ്പെട്ടവർ. കടലിൽ പൊങ്ങിക്കിടന്നവരെ രക്ഷപ്പെടുത്തിയത് മറ്റു ബോട്ടുകളിൽ ഉണ്ടായിരുന്നവർ. മൊഴിയിലെ പൊരുൾ തേടി. ഫസൽ വധക്കേസിൽ നിർണായക വെളിപ്പെടുത്തൽ നടത്തിയ RSS പ്രവർത്തകന്റെ മൊഴിയും പോലീസ് സമർപ്പിച്ച ഫോൺ സംഭാഷണവും പരസ്പര വിരുദ്ധമെന്ന് കണ്ടെത്തൽ. ഫസലിനെ വെട്ടിയിട്ടില്ലെന്ന് അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയ സുബീഷ് ഫോൺ സംഭാഷണത്തിൽ വെളിപ്പെടുത്തിയത് NDF പ്രവർത്തകനെ കൊലപ്പെടുത്തിയത് താനെന്ന്. ഫോൺ സംഭാഷണത്തിൽ നിന്ന് വ്യത്യസ്തമായി ചോദ്യം ചെയ്യലിൽ മൊഴി മാറ്റിയത് മനഃപൂർവ്വമെന്ന നിഗമനത്തിൽ പോലീസ്. കൊലയ്ക്ക് ശേഷം ആയുധം ഉപേക്ഷിച്ചത് സംബന്ധിച്ച മൊഴികളിലും വൈരുദ്ധ്യം. തെളിവുകൾ പ്രതി പരസ്യമായി നിഷേധിച്ച സാഹചര്യത്തിൽ ശബ്ദപരിശോധന നടത്താനുള്ള നീക്കത്തിൽ അന്വേഷണ സംഘം. കുറ്റമൊഴി നിഷേധിച്ച സുബീഷിന്റെ ഫോൺ സംഭാഷണത്തിൽ ശബ്ദപരിശോധന നടത്തണമെന്ന് P. ജയരാജൻ. സുബീഷിന്റെ പത്രസമ്മേളനത്തിലെ ശബ്ദവും ഫോൺ സംഭാഷണത്തിലെ ശബ്ദവും ഒന്നാണോ എന്ന് ശാസ്ത്രീയമായി തെളിയിക്കണം. തുടരന്വേഷണം ഇല്ലെന്ന നിലപാട് തിരുത്താൻ CBI തയ്യാറാകണമെന്നും CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് സമാപിക്കുന്നു. പവേർഡ് ബൈ ഫോർച്യൂൺ ഇൻഡസ്ട്രീസ്, പ്രസന്റഡ് ബൈ ബാബ ഈസി ഇംഗ്ലീഷ് ഇൻ അസോസിയേഷൻ വിത്ത് ഹൈ സ്ലീപ്പ് മാട്രസസ്. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.